ഡൗട്ട്സ് നമ്മളുടെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മളിങ്ങനെ ഒരു മീഡിയ ഇതൊരു വേദി നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും കൂടിയുള്ള ഒരു അവസരമായിട്ട് കൂടി ഇതിനെ കാണുന്നു. ഇന്നത്തെ വിപുലമായ ചർച്ചകളിൽ എല്ലാവരും ഉത്കണ്ഠയോടെ, ആകാംക്ഷയോടെ, ടെൻഷനോടെ ഒക്കെ ചോദിച്ച ഒരു ചോദ്യം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ഡിസലവൻസ് എങ്ങനെ പര്യവസാനിക്കും? എറണാകുളത്തെ പ്രമുഖ ടാക്സ് പ്രൊഫഷണലും VNV കൺസൾട്ടൻസിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ വിപിൻ എല്ലാവർക്കും വേണ്ടി ചോദ്യങ്ങളുടെ കൺസോളിഡേഷൻ നടത്തി. അതിൻ്റെ സംക്ഷിപ്ത രൂപം ഞാൻ ഒന്ന് പറയാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മൂലം, ആ ക്രെഡിറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ മൂലം ടാക്സ് പ്രൊഫഷണൽസും ബിസിനസ്സുകാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് കോടതി വിധികളുടെ പശ്ചാത്തലത്തിലും ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും എന്തായിരിക്കും ഭാവി, ഇത് സുപ്രീം കോടതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അനുകൂലമായ വിധി ഉണ്ടാകുമോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒരു കാരണവശാലും നിഷേധിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്. അതിന് എൻ്റെ അടിസ്ഥാനം എൻ്റെ 30 കൊല്ലത്തെ പ്രാക്ടീസാണ്. സാമ്പത്തിക നിയമങ്ങളിൽ ഉള്ള ചില മൂല്യങ്ങൾ, ചില ധാരണകൾ, അതുകൂടാതെ ആഗോളമായിട്ട് ഉള്ള ചില അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇൻവോയ്സ്, ജെന്യുവനായിട്ടുള്ള ഇൻവോയ്സ്, അതേപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്തിരിക്കുന്നു, പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ജെന്യുവനായിട്ട് ത്രൂ ബാങ്കാണ്. അങ്ങനെ ഒക്കെ ഉള്ള ട്രാൻസാക്ഷൻസിൽ ഞാൻ ഇത്ര ശക്തമായി തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒരിക്കൽ കൊടുത്തതിൻ്റെ രേഖകളുണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്താൽ റിട്ടേണിലില്ല എന്ന കാരണത്താൽ, അല്ലെങ്കിൽ സപ്ലയർ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയോ 2A-ലോ 2B-ലോ വന്നിട്ടില്ല എന്നതുകൊണ്ടും റെസിപ്പിയൻറ്റിന് ആ ആനുകൂല്യം നിഷേധിക്കാൻ പറ്റില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ പറയുമ്പോൾ സെക്ഷൻ 16-ൻ്റെയും 42-ൻ്റെയും 43-ൻ്റെയും റൂള് 34-ൻ്റെയും ഒക്കെ പിൻബലത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു സാധാരണ നികുതിദായകന് ഒരു നിയന്ത്രണവും ഇല്ല സപ്ലയർ ടാക്സ് അടച്ചോ ഇല്ലയോ എന്നുള്ളതിന് എന്ന സത്യത്തെ ഒരു ഡീലർ, ആ സത്യം ഉൾക്കൊണ്ട ഒരു ഡീലറെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന അവനെ സംരക്ഷിക്കാനുള്ള എല്ലാ എലമെൻറ്റും അതിലുണ്ട്. ഉപജീവനത്തിനായി കച്ചവടം എന്ന ജോലി ചെയ്യുന്നവർക്ക് ഇന്ത്യൻ ഭരണഘടന സംരക്ഷണമാണ് നൽകിയിട്ടുള്ളത്. അതിനിയും തുടർന്നേ പറ്റൂ. ഈ വിധ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരു സാധാരണ ബിസിനസ്സുകാരന് നിയമം ഉറപ്പു നൽകുന്ന പരിരക്ഷയും ആ നിയമത്തിൻ്റെ പിൻബലത്തോടെയും മുൻകാല കോടതി ഉത്തരവുകളുടെയും പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരിക്കൽ നികുതിയായി കൊടുത്ത തുകയുടെ രേഖകളായ ടാക്സ് ഇൻവോയ്സ്, ചരക്കുകളുടെയും സേവനത്തിൻ്റെയും കണക്കിൽപ്പെടുത്തിയിട്ടുള്ള തെളിവുകൾ, ചരക്കുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, ഗുഡ്സിനെ സംബന്ധിച്ചുള്ള മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് പ്രൂവ് ചെയ്ത രേഖകൾ, അതുകൂടാതെ ഈ പ്രസ്തുത ട്രാൻസാക്ഷൻ പർച്ചേസ് ആയാലും ഇൻവേർഡ് സപ്ലൈ ഓഫ് സർവീസ് ആയാലും അതിൻ്റെ എല്ലാം ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം ഇടപാടുകൾക്ക് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത് ത്രൂ ബാങ്ക് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇതെല്ലാം വച്ച് ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്രയും രേഖകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മൾ റെഗുലറായി റിട്ടേണും ഫയൽ ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ,
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അവരുടെ 2 വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവർ സപ്ലൈ അക്കൗണ്ട് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ. എന്നിരുന്നാൽ പോലും ഒരു സാധാരണ ഡീലർക്ക് അത്തരത്തിലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം എന്ന് തന്നെയാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. സപ്ലയർ ടാക്സ് അടച്ചിട്ടില്ല, റിട്ടേൺ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് റെസിപ്പിയന്റിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അർഹതയില്ല എന്നാണ് താഴെ കോടതികളെല്ലാം പറഞ്ഞത്. ഡൽഹി ഹൈക്കോടതി അത് കൊടുക്കണമെന്ന് പറഞ്ഞു. സപ്ലയർ അക്കൗണ്ട് ചെയ്തിട്ടില്ലെങ്കിലും സപ്ലയർ റിട്ടേൺ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും റെസിപ്പിയന്റിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻവോയ്സിന്റെ പിൻബലത്തിലും ജെനുവിൻ ട്രാൻസാക്ഷന്റെ പിൻബലത്തിലും കിട്ടിയേ മതിയാകൂ എന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ എറൈസ് ഇന്ത്യ എന്ന കേസിലെ വിധി. ആ ഡൽഹി ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഡൽഹി ഹൈക്കോടതിയുടെ വിധിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇത്. അത് പ്രീ GST പീരീഡിലാണെങ്കിൽ പോലും അതിൻ്റെ എസൻസ് ഇവിടെയും ബാധകമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു സാധാരണ ബിസിനസ്സുകാരൻ അയാൾക്ക് ചെയ്യാവുന്ന എല്ലാ പ്രിക്കോഷൻസും എടുത്തതിന് ശേഷം പരമാവധി രേഖകൾ വച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുകയും ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 2A-ലോ 2B-ലോ ഇല്ല എന്ന കാരണം കൊണ്ട് നിഷേധിക്കാനും പറ്റില്ല എന്ന് അസന്നിഗ്ധമായി നമുക്ക് പറയാൻ കഴിയും. കുറച്ചുകൂടി വിശദീകരിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി GSTയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ വിവരിക്കാം. സപ്ലൈ ഓഫ് ഗുഡ്സ് ആകാം, പർച്ചേസ് ഓഫ് ഗുഡ്സ് ആകാം, പർച്ചേസ് ഓഫ് സർവീസ് ആയിരിക്കാം. അത് ഒരു കാരണവശാലും അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിഷേധിക്കാൻ പറ്റില്ല എന്ന ആമുഖത്തോടെ ഞാൻ അല്പം വിശദീകരിക്കാം. ഇപ്പോൾ ഇത് പറയാൻ ഉള്ള ഒരു പ്രത്യേക സാഹചര്യം 2017-18 മുതൽ പെൻഡിങ് റിട്ടേണുകൾ കൊടുക്കാൻ മാക്സിമം ലേറ്റ് ഫീ 10,000 ആയിരുന്നത് ഇപ്പോൾ നിൽ ആണെങ്കിൽ 500 രൂപയും അല്ലാത്ത പേയ്മെൻ്റുള്ള ടാക്സ് ഡ്യൂ ഉള്ള കേസിൽ 1000 രൂപയും ആക്കി കുറച്ച ഒരു സാഹചര്യത്തിൽ 2017-18 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇനി എടുക്കാൻ പറ്റുമോ എന്ന ഒരു ചോദ്യവും ഇവിടെയുണ്ട്. ഇപ്പോഴത്തെ നിയമമനുസരിച്ച് ആനുവൽ റിട്ടേണിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിയുകയോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലേറ്റായിട്ട് എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സെക്ഷൻ 16 CGST നിയമത്തിലെ, അതേപോലെ CGST SGST റൂൾ 34 ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് 2017-18 ജെന്യുവിനായിട്ടുള്ള ഡിലേ വച്ച് റിട്ടേൺ ലേറ്റ് ഫീ സഹിതം അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും എടുക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ കേസുകൾ സുപ്രീം കോടതിയിൽ എത്തുന്ന സമയത്ത് ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. 17-18 റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്ക് ഇപ്പൊ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ കൊടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യാം. 17-18 അന്ന് നമ്മള് മിടുക്കനായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തപ്പോ ഒരു തെറ്റ് വന്നു. ആ തെറ്റ് തിരുത്താൻ ഇപ്പൊ ഞങ്ങൾക്ക് അവസരം തന്നില്ലെങ്കിൽ അതെങ്ങനെ ശരിയാവണേ? അതൊരു ആക്ച്വൽ ഇഷ്യൂ ആണ്. രണ്ടാമത്തെ കാര്യം, GSTയുടെ അടിസ്ഥാന തത്വം ഈ ടാക്സ് അടച്ചവനെ പിടിച്ച് പെനാൽറ്റി ഇടണമെന്നോ അവന്റെ നീതി നിഷേധിക്കണമെന്നോ അല്ല. GSTയുടെ അടിസ്ഥാന തത്വം ഫ്രീ ഫ്ലോ ഓഫ് ഇൻപുട്ട് ടാക്സ് ആണ്. ഒന്ന്, നികുതിക്ക് മേൽ നികുതി വരരുതെന്നുള്ള ആഗോളമായ അണ്ടർസ്റ്റാൻഡിങ് GSTയിൽ ഉണ്ട്. അതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങള്
ഇന്റർനാഷണൽ ട്രീറ്റിയിൽ മെമ്പേഴ്സ് ആണ്. ഇന്റർനാഷണൽ ട്രീറ്റിയില് ഭാഗമായിട്ട് തന്നെയാണ് ഈ GST നിയമം വരുന്നത്. 2017 ജൂലൈ 1-ാം തീയതിയാണ് ഇന്ത്യയിൽ പ്രാബല്യമായത്. അത് 2017 ജൂലൈ 1-ാം തീയതി ഉണ്ടാക്കിയ നിയമമല്ല. 1974 1-2 റിപ്പോർട്ടിന്റെ ബേസ് ആണ് GST നിയമത്തിന്റെ അടിസ്ഥാനം. ഇന്റർനാഷണൽ ആയിട്ട് ഇന്ത്യയുടെ നികുതി വ്യവസ്ഥകൾ കളിയാക്കപ്പെടുന്നു. ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു സംസ്ഥാനത്തിന് ഒരു നിയമം, ഒരു സംസ്ഥാനത്തിന്റെ ഉള്ളിൽ കോഴിക്കോട് ഒരു നിയമം, മട്ടാഞ്ചേരിയിൽ ഒരു നിയമം. 1974 ജ കമ്മീഷനാണ് GST ഏകീകരിക്കുക ഒരു അവസ്ഥ കൊണ്ടുവന്നത്. അതുമുതൽ ഇങ്ങോട്ട് ആഗോളമായിട്ടുള്ള ഒരു അവസ്ഥ. ഈ GST നിയമം ഇവിടെ നടപ്പാക്കാനുള്ള ഒരു കാരണം നമുക്ക് പറയാൻ പറ്റണത്, നമുക്കൊന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റണത്, ഒരു അമേരിക്കക്കാരൻ വന്ന് ഡൽഹിയിൽ വന്ന് കച്ചവടം നടത്തുമ്പോ ഈ GSTക്ക് മുമ്പുള്ള പീരീഡ് എങ്ങനെയാ? അങ്ങനെ ഡൽഹിയിൽ രജിസ്ട്രേഷൻ എടുക്കണം, CU എടുക്കണം, VAT എടുക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ വന്ന് അവിടെ CST എടുക്കണം, VAT എടുക്കണം. ഇനി തൊട്ടപ്പുറത്ത് അടുത്ത സംസ്ഥാനം ഹരിയാനയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ അവിടെ എടുക്കണം, VAT എടുക്കണം, CST എടുക്കണം. അടുത്ത കേരളത്തിൽ അങ്ങനെ 29 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ള ഒരു പ്രാകൃതമായ വ്യവസ്ഥ ആഗോള ട്രീറ്റിക്ക് അഗൻസ്റ്റ് ആണ്. ആഗോള ട്രീറ്റിയിൽ ഇന്ത്യയുടെ GST, അതായത് ഇൻഡയറക്ട് ടാക്സ് നിയമങ്ങൾ, ഫിസിക്കൽ ലോ, ഫോറിൻ ട്രേഡിന് എഗൻസ്റ്റ് ആകാൻ പാടില്ല, ഫോറിൻ ട്രേഡിനുമായിട്ട് കിടപിടിക്കുന്നതായിരിക്കണം എന്നൊക്കെ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ വാണിജ്യമന്ത്രി ചെന്ന് അവിടെ ചെന്ന് വർത്തമാനം പറഞ്ഞു കഴിയുമ്പോൾ എടുത്ത വയ്ക്ക് എങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ ഏത് നിയമമാണ് അവിടെ ബാധകമാവുന്നത്? ഞങ്ങൾക്ക് ഇന്ത്യയില് കേരളത്തിൽ ഒരു നിയമം, 29 സംസ്ഥാനം 29 നിയമം, നിങ്ങളായിട്ടില്ല എന്നവർ പറയണ ഒരവസ്ഥ വരുമായിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം ഒരു നികുതി സിമ്പിൾ ടാക്സ് എന്ന കൺസെപ്റ്റിലേക്കുള്ള ആഗോള ചിന്ത, അണ്ടർസ്റ്റാൻഡിങ്, ആഗോളമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. ആ ആഗോളമായ അണ്ടർസ്റ്റാൻഡിങ് എന്റെ ബുക്കിൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആഗോളമായ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് സാമ്പത്തിക നിയമത്തിൽ കൊണ്ടുവന്ന പരിഷ്കാരമാണ് GSTയിൽ സമാപിച്ചത്. അത് വാറ്റിൽ തുടങ്ങി, അതിനു മുമ്പ് സർവീസ് ടാക്സിൽ 1994 സർവീസ് ടാക്സ് കൊണ്ടുവന്നു, അതിനു മുമ്പ് മോഡ് വാറ്റ് കൊണ്ടുവന്നു. ഇതൊക്കെ തന്നെ ഒറ്റ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം GST കൗൺസിലിൽ ഒരു പൂലി അവിടെ ഇറങ്ങി, സാമ്പത്തിക വിദഗ്ധൻ എന്ന് ലോകം അംഗീകരിച്ച IIM-ന്റെ പ്രൊഡക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ധനകാര്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്താണെന്നറിയാമോ? ആ പ്രസ്താവന അങ്ങനെ വേണമെങ്കിൽ വായിക്കാം. ഞാനത് കോട്ട് ചെയ്ത് ഇന്നിപ്പോ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞേക്കണത് ഇത് അടിമുടി മാറ്റിയേ പറ്റൂ, ഈ GST സിസ്റ്റം ഇന്ത്യക്ക് യോജിച്ചതല്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഞെട്ടിപ്പോയി. പറയണാരാണ്? നിസാര ആളല്ല. തമിഴ്നാട് പണ്ട് വാറ്റ് നടപ്പാക്കണ സമയത്ത്, നമ്മുടെ സബ്ജക്ട് തന്നെയാണ്, ഒരു ടാക്സ് പ്രാക്ടീസ് അറിയേണ്ടതാണ്. വാറ്റ് നടപ്പാക്കണ സമയത്ത് അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ ഇത് നടപ്പാക്കാൻ പോണില്ലെന്ന്. ഏറ്റവും അവസാനം വാറ്റ് നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ഭീകരാന്തരീക്ഷം ഉണ്ടാവില്ല. കാരണം എത്ര ഭൂരിപക്ഷം ആർക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും തമിഴ്നാട്ടുകാര് ധനകാര്യമന്ത്രി അവതരിപ്പിച്ച സജഷൻസ് ആക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും. GST നിയമം അടിമുടി മാറ്റി എഴുതാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. അതിന് കിടപിടിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി രാധാകൃഷ്ണ ഇൻഡസ്ട്രീസിന്റെ കേസിൽ, ആ കേസില് സുപ്രീം കോടതി പറഞ്ഞു 2017 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് നമ്മൾ വിഭാവന ചെയ്ത, ഈ ജനങ്ങൾ വിഭാവന ചെയ്ത GST അല്ല ഇവിടെ നടപ്പാക്കുന്നത്, ഇത് ഉദ്യോഗസ്ഥ മേധാവിത്വം എന്ന് തന്നെ ഉപമിക്കാവുന്ന രീതിയിലുള്ള രാജ്യത്തിന് പറ്റാത്ത നിയമമാണെന്ന് ഓറലായിട്ട് ഒബ്സർവ് ചെയ്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന് എന്റെ കയ്യിലുണ്ട്. ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞില്ല. ജഡ്ജ്മെന്റിൽ ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒബ്സർവേഷൻ കോടതിയിൽ വന്നതാണ്. അത് ടൈംസ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സൈറ്റ് നോക്കി അറിയാം. ഈ കേസ് അടിച്ചു നോക്കിയാൽ മതി. അതിന്റെ റിട്ട് പെറ്റീഷൻ നമ്പർ വേണമെങ്കിൽ ഞാനിപ്പോ പറയാം. സുപ്രീം കോടതിയാ പറഞ്ഞേക്കണേ, താഴെ ആളൊന്നുമില്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ നിയമം ഇവിടെ ഒന്നും നിൽക്കൊന്നുമില്ല, അത് മാറും. മെസ്സേഴ്സ് രാധാകൃഷ്ണ ഇൻഡസ്ട്രീസ് വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. നമ്പർ പറഞ്ഞുതരാം. അതിന്റെ വാക്ക് ഞാൻ മലയാളീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ആർട്ടിക്കിൾ എഴുതി അതിനെ കുറിച്ച് ഞാൻ മലയാളീകരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം, എല്ലാവർക്കും ഗുണമായിരിക്കും. കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അങ്ങനെ ഒന്നും ഡിസലോ ചെയ്യാൻ പറ്റില്ല. സൈറ്റിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിസലോ ചെയ്യാൻ പറ്റില്ല. 150 ദിവസം ആയാലും ഡിസലോ ചെയ്യാൻ പറ്റില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 150 ദിവസത്തിനുള്ള പേയ്മെന്റ് കൊടുത്തില്ലെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡിസലോ ചെയ്യാൻ പറ്റില്ല. അതിന്റെ വ്യാഖ്യാനം ഇതാണ്. അത്
SLP സിവിൽ നമ്പർ 1688/2021. അതാണ് 1688/2021 എന്ന കേസിൽ ഞാൻ എഴുതിയ ആർട്ടിക്കിൾ ഞാൻ വായിക്കുകയാണ്, കുറച്ചുള്ളൂ. എന്ന കേസിൽ അപേക്ഷകന്റെ വാദങ്ങൾ കേൾക്കുന്നതിനിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി GST ഉദ്യോഗസ്ഥർ GST നിയമം നടപ്പാക്കുന്ന രീതിയെപ്പറ്റി രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. GSTയെ സിറ്റിസൺ ഫ്രണ്ട്ലി പൗര സൗഹാർദ്ദ നികുതി ഘടനയായാണ് പാർലമെന്റ് ഉദ്ദേശിച്ചിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ ഈ നിയമം നമ്മുടെ രാജ്യത്തിൽ നടപ്പിലാക്കുന്നത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണെന്നും കോടതി പരാമർശിച്ചു. ഇതുകൂടാതെ GST നിയമത്തിലെ ഓരോ വ്യവസ്ഥയുടെയും അർത്ഥവും ഉദ്ദേശവും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നിയമം നിർബന്ധിതമായി നടപ്പാക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ പ്രവണതയെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിശിതമായി വിമർശിക്കുകയുണ്ടായി. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒരിക്കൽ കൊടുത്തത് രേഖകൾ അനുസരിച്ച് കൊടുത്തതാണെങ്കിൽ അതിന് നമുക്ക് കിട്ടിയിരിക്കും. നമ്മള് സാധാരണ മനുഷ്യനാണ്, ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാകും. നമുക്ക് റിട്ടേൺ കൊടുക്കാൻ നേരത്ത് തെറ്റുപറ്റും. പർച്ചേസ് ബില്ല് കൊണ്ടുവന്നപ്പോ 43, 34 ആയിട്ടുണ്ടാവും. IGST CGST ആയിട്ടുണ്ടാവും. ഇതൊന്നും നമ്മൾ മനഃപൂർവ്വമായിട്ട് സർക്കാരിനെ തട്ടിക്കാൻ ചെയ്തേക്കണല്ല. ദീസ് ആർ ബോണഫൈഡ് എറേഴ്സ്. ബോണഫൈഡ് എറേഴ്സ് കൊണ്ട് ഒരു അക്കൗണ്ടന്റിന് പറ്റിയ മിസ്റ്റേക്ക് കൊണ്ട് അതിന്റെ ഓണർ, ഒരു ഡീലർ സഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എടുക്കണം. തെറ്റ് പറ്റിയ ബോണഫൈഡ് ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞ മൊമെന്റിൽ തന്നെ നിങ്ങൾ നേരെ ലെറ്റർ കൊടുക്കുക, ഇന്റിമേഷൻ കൊടുക്കുക. നമുക്ക് സൈറ്റിൽ അപ്ലോഡ് കറക്ഷൻ പറ്റൂല, റിവൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, അക്കൗണ്ട്സിൽ റിഫ്ലക്ട് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നാണ് പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. അതായത് ഒരു അബദ്ധം പറ്റി കാല് പൊട്ടിയിരിക്കണവരോട് ഞാൻ ഇങ്ങനെ പറയണം. അതേസമയം കമ്പനിയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഫാബ്രിക്കേഷൻ വേണ്ടിയിട്ട് ചെയ്തേക്കണമെങ്കിൽ നമുക്കാർക്കും സമയമില്ല, അത് നിങ്ങൾ സഹിച്ചോ എന്ന സ്റ്റാൻഡ് ആയിരിക്കും നമ്മളുടെ. പക്ഷെ ഒരു ടാക്സ് പ്രാക്ടീഷണറെയോ ഒരു ടാക്സ് കൺസൾട്ടന്റിനെയോ അങ്ങനെയുള്ള ആരെയും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാൻ ഡിപ്പാർട്ട്മെന്റിന് കഴിയില്ല. പുതിയ നിയമത്തിന്റെ പരീക്ഷണശാലയാണ്. ആ പരീക്ഷണശാലയിൽ കൊണ്ടുപോയിട്ട് ബോണഫൈഡ് എറേഴ്സിനെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോ കം ടു ദ കൺക്ലൂഷൻ. ആരും പേടിക്കണ്ട. മിസ്മാച്ച് വന്നോട്ടെ, മിസ്റ്റേക്ക് വന്നോട്ടെ, ബോണഫൈഡ് ആണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ലെറ്റർ കൊടുക്കുക. ലെറ്റ് us see.